4 മണിക്കൂറിലേറെ നീണ്ട കാത്തുനിൽപ്പിന് ശേഷം ഒടുവിൽ കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിലേക്ക് അന്യനാടുകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവർ എല്ലാവരുടെ മുഖങ്ങളിലും ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിലും മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം, കൊട്ടിയൂരപ്പൻ്റെ ദർശനം. വെയിലോ മഴയോ കാറ്റോ ഒന്നും ആരെയും പിന്നോട്ടടിപ്പിക്കുന്നില്ല. ഓരോ ചുവടിലും വിശ്വാസം, ഓരോ നിമിഷത്തിലും ഭക്തി. ആ പുണ്യഭൂമിയിലേക്ക് നടക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. അങ്ങനെ ദർശനം കഴിഞ്ഞ് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ സത്യത്തിൽ എനിക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു വലിയ ശക്തി എന്നെ പിടിച്ചു നിർത്തുന്നത് പോലെ. അങ്ങനെ വന്ന വഴികളിലൂടെ വീണ്ടും നടക്കുമ്പോൾ മണിക്കൂറുകളോളം ഞാൻ ക്യൂവിൽ നിന്നതോ തിരക്കോ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ദർശനം കിട്ടിയ ആ ഒരു നിമിഷം മാത്രം. ബാവലിപ്പുഴയുടെ തീരത്തുകൂടി നടന്നപ്പോൾ വീണ്ടും മുങ്ങി നിവർന്ന പ്രാർത്ഥനകളോടെ നടക്കുന്ന ആളുകളെ കണ്ടു. അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു. മരച്ചുവട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന കല്ലുകൾ, ഈ കല്ലുകൾക്കെല്ലാം ഓരോ കഥയുണ്ട് പറയാൻ, വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥകൾ. അങ്ങനെ അടുത്ത വർഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞു ഞാൻ യാത്രയായി.